നമ്മളൊരു വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ ഉള്ള വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ ഇളകിയിട്ടും ജെർക്കി ആയിട്ടുള്ളൊക്കെ വീഡിയോ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, കാഴ്ചക്കാരും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ക്യാമറയിലും മൊബൈലിലൊക്കെ ഉള്ള ഒരു ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിലും അതത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യില്ല. അപ്പോഴാണ് ഇതുപോലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ ഗിംബൽ, വീഡിയോ സ്റ്റെബിലൈസറുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഫ്യൂടെക്കിൻ്റെ സ്കോർപ്പ് 2 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗിംബലാണ്. ഇത് സ്പെഷ്യലാന്ന് പറയാൻ കാരണം നമ്മൾ ഒരുപാട് ഗിംബലുകൾ കണ്ടിട്ടുണ്ട് അല്ലേ, ക്യാമറക്ക് വെക്കുന്ന ഒരുപാട് ഗിംബലുകൾ കണ്ടിട്ടുണ്ട്. ഇതിനൊന്നും നമുക്ക് മൊബൈലിൽ ഒരു പക്ഷേ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടാവും ചില ഗിംബലുകൾ, അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ജസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മളെ ഫോളോ ചെയ്യും, വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒറ്റയ്ക്കുള്ള ഒരു സോളോ ആയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ഗിംബൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാനൊരു കാറിൻ്റെ റിവ്യൂവിന് വന്നിട്ട് ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും ശരിക്കും ഒരു ട്രൈപോഡിൻ്റെ മുകളിൽ ഗിംബലും കയറ്റി വെച്ചിട്ട് ശരിക്കും ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റർ കൺട്രോൾ ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസ്. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ മോഡിൽ ഇത് വർക്ക് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം AI ട്രാക്കിംഗ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പോർട്രേറ്റ് വീഡിയോകളാണ് ആവശ്യം, കുത്തിനുള്ള വീഡിയോ വേണം. അതിനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബട്ടൺ നെക്കിയിട്ട് പോർട്രേറ്റ് കൊണ്ടുവരാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് പോർട്രേറ്റ് കൊണ്ടുവരാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്കോർപ്പ് 2 എന്ന് പറയുന്ന ഫ്യൂടെക്കിൻ്റെ ഈ ഒരു ഗിംബൽ. ഈ സ്കോർപ്പ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു സ്കോർപ്പിയോൻ്റെ ലുക്കൊക്കെ തന്നെയാണ്. ബുക്കും സാധനങ്ങളൊക്കെ ഉണ്ട്, നോക്കി നമുക്ക് പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിംബൽ വരുന്നത് ഇതാണ്. നമ്മളെ ഗിംബലിൻ്റെ ഹാൻഡ് വരുന്നത് കേട്ടോ, ഇതാണ് ഗിംബൽ വരുന്നത്. ഈ ഗിംബലിൻ്റെ താഴെ നമുക്ക് ഇവിടെ 2 സ്റ്റാൻഡ് കാണാൻ പറ്റും, 2 ചെറിയ സ്റ്റാൻഡ് ഇൻബിൽട്ട് ആയിട്ടുള്ള. ഈ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടാണ് ഒരു സ്കോർപ്പിയോ നിൽക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണിത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ല ടച്ച് ആയിട്ടുള്ള സ്ക്രീനൊക്കെ വരുന്നത്, നമുക്ക് മോഡ് മാറ്റാനുള്ള ടച്ച് സ്ക്രീന്, F1 ബട്ടൺ, F2 ബട്ടണ്, അതുപോലെ ഇവിടെ ഒരു മൾട്ടി ഫംഗ്ഷണൽ നോബ് വരുന്നുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ മാറ്റാനുള്ള ബട്ടണാണ്. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിന് കൂടെ വരുന്ന ട്രൈപോഡ് വാങ്ങി നമ്മളോട് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് ഈ സ്കോർപ്പിൻ്റെ ഈ കണ്ടോ ഈ 2 വാൽ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. നമുക്കിപ്പോൾ എന്തായാലും ബോക്സിൽ ട്രൈപോഡ് വരുന്നതുകൊണ്ട് തന്നെയാണ് ട്രൈപോഡിൻ്റെ മുകളിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതുവരെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ക്യാമറയുടെ ക്വിക്ക് റിലീസ് പ്ലേറ്റ് ആണ്. ഇത് നേരിട്ട് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അതല്ല വലിയ ലെൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ക്വിക്ക് റിലീസ് പ്ലേറ്റ് ആദ്യം അറ്റാച്ച് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാമറയുടെ മുകളിൽ എൻ്റെ ക്വിക്ക് റിലീസ് പ്ലേറ്റ് ഞാനിവിടെ അറ്റാച്ച് ചെയ്തു. അത് ശരിക്കും നമ്മളെപ്പോഴും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം. കാരണം ഈ ഗിംബലിൻ്റെ മുകളിൽ കയറിയിട്ട് ഇളകി കഴിഞ്ഞാൽ നമ്മളെ ബാലൻസ് കംപ്ലീറ്റ് തെറ്റും. മനസ്സിലായോ? എന്നിട്ട് ഇതിൻ്റെ ആരോ മാർക്ക് നോക്കിയിട്ട് ലെൻസിൻ്റെ ഭാഗത്തേക്ക് ക്വിക്ക് റിലീസ് പ്ലേറ്റ് നമ്മൾ ലെൻസിൻ്റെ ഭാഗം ആരോ മാർക്ക് കാണാം, ആ ആരോ മാർക്കുള്ള ഭാഗത്തേക്ക് പിടിച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് 2 സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല സ്റ്റഡി, നല്ല സ്ട്രോങ് ആയിട്ട് അതവിടെ നിന്നോളും. അത് നമുക്ക് ഒരു കോയിൻ ഉപയോഗിച്ചിട്ടോ സ്ക്രൂ ഡ്രൈവറോ അതല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ അലൻ കീ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്കിത് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് 2 ടൈറ്റാക്കി. ഇപ്പോൾ നമ്മളെ ക്യാമറ നല്ല സ്ട്രോങ് ആയിട്ട് ക്വിക്ക് റിലീസ് പ്ലേറ്റിൻ്റെ മുകളിൽ ക്യാമറ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ക്യാമറ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വെർട്ടിക്കൽ ആമിൻ്റെ മുകളിലുള്ള ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് അത് വീണ്ടും ക്ലോസ് ചെയ്യാം. പിന്നെ നമ്മൾ ടിൽറ്റിൻ്റെ ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്യാമറ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ആം എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് നമുക്ക് പതുക്കെ താഴേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ മേ ബി ഒരു മിഡിൽ വെച്ചിട്ട് നമ്മൾ തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഊരിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ താഴെ നമുക്കിവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഈ താഴെയുള്ള ക്ലിപ്പ് നമ്മൾ പിടിച്ചിട്ടാണ് ശരിക്കും ഇങ്ങനെ മേലേക്ക് ഊരിയെടുക്കും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫിക്സ് ചെയ്തു, മിഡിലെത്തിയിട്ട് ഞാനത് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ലൈഡർ, ഇതിൻ്റെ മുകളിലുള്ള ഒരു സ്ലൈഡർ വരുന്നുണ്ട്. ഇത് മുകളിലുള്ള സ്ലൈഡർ നമ്മൾ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്കിലാണ് ഊരിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ ലോക്ക് പ്രസ് ചെയ്തിട്ടാണ് ഊരിയെടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ വെച്ചതിന് ശേഷം ക്യാമറ നമുക്ക് ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാം. ക്യാമറ മൗണ്ട് ചെയ്യാൻ നമുക്കിവിടെ ഒരു ആരോ മാർക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ ക്യാമറയുടെ ബാക്കിലും ഒരു ആരോ മാർക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഈ ക്യാമറ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിന് ലൂസാക്കിയതിന് ശേഷം ക്യാമറ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്യാമറ ഏകദേശം ബാലൻസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം.
അതുപോലെ ഈ സ്ലൈഡ് വരുന്ന ആമിന് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ സ്ലൈഡർ ലോക്ക് വരുന്നുണ്ട്. ആ സ്ലൈഡർ ലോക്കും കൂടെ നമുക്കിവിടെ ലോക്ക് ചെയ്യാം. ഇനി നമ്മൾ ടിൽറ്റ് ആദ്യമായിട്ട് ബാലൻസ് ചെയ്യേണ്ടത്. ടിൽറ്റ് ബാലൻസ് ചെയ്യാൻ ഈ ലോക്ക് നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ക്യാമറ നമുക്ക് മേലേക്ക് വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക. എവിടേക്കാണ് വെയിറ്റ് കൂടുതൽ വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്ക് നമ്മളിവിടെ ക്ലോസ് ചെയ്യുക. ആണോ, ഈ ലോക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറയുടെ ടിൽറ്റ് ബാലൻസ് ആയി, ക്യാമറ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെർട്ടിക്കൽ ആമിൻ്റെ, അതായത് നമ്മളെ റോൾ ആക്സിസ് ആണ് നമ്മൾ. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് വെയിറ്റ് കൂടുതലാണ്. റോൾ ആക്സിസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഊരിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നമുക്ക് പതുക്കെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പുഡിങ് കൂടെ നീക്കി കൊടുക്കാം. നീക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ ബാലൻസായി. ഇപ്പോൾ 2 ബാലൻസായി. ഈ ബാലൻസായ ഭാഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഈ ബാലൻസായ ഭാഗങ്ങൾ ലോക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ പാൻ മോട്ടറിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇവിടെ നമുക്കൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്യാം. ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാമറ, നമ്മുടെ ഗിംബലൊന്ന് ചെരിച്ച് പിടിക്കുക. ചെരിച്ച് പിടിച്ചാൽ ശരിക്കും ഇങ്ങനെ കണ്ടോ തൂങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വെച്ചാൽ ഈ ഒരു സ്ക്രൂ, പാൻ ആക്സിസ് മോട്ടറിൻ്റെ മുകളിലുള്ള സ്ക്രൂ നമുക്ക് ഇതാക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, എവിടേക്കാണ് വെയിറ്റ് കൂടുതൽ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുറച്ച് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ബാലൻസായി നിന്നു. അതും നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ ബാലൻസിങ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്കിവിടെ ഒരു ചുമന്ന ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ നമുക്ക് ഇവിടെ കറക്റ്റായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ആക്സിസിന് നമുക്ക് ഇവിടെ ഒരു ചുമന്ന ബട്ടൺ വരുന്നുണ്ട്. ആ ചുമന്ന ബട്ടൺ നീക്കി കൊടുത്താൽ അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാമറ ബാലൻസിങ് കഴിഞ്ഞു. നമ്മുടെ ക്യാമറ അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ട്രൈപോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രൈപോഡ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഊരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ട്രൈപോഡിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ക്യാമറ വെച്ചാൽ ട്രൈപോഡ് വേണമെങ്കിൽ ഊരിയിട്ട് ഇവിടെ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ട്രൈപോഡ് പോലത്തെ 2 ലെഗ് വരുന്നുണ്ട്. ഈ ലെഗ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗിംബൽ യൂസ് ചെയ്യാൻ പറ്റും. കേട്ടോ, ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ട്രൈപോഡ് ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ട്രൈപോഡ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ട്രൈപോഡ് വെച്ചിട്ട് ബാലൻസ് ചെയ്യാനും, അതുപോലെ നമുക്ക് കൂടുതൽ ഹോൾഡ് കിട്ടാനൊക്കെ ട്രൈപോഡ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ട്രൈപോഡ് ആഡ് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ ആം തൽക്കാലം മടക്കി വെക്കാം. ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മളെ ഗിംബൽ യൂസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക മൾട്ടി കൺട്രോൾ നോബ് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾ ബട്ടൺ വരുന്നുണ്ട്, FP ബട്ടൺ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. അതുപോലെ ഷട്ടർ ബട്ടൺ, ഇവിടെ ഷട്ടർ ബട്ടൺ, മോഡ് ബട്ടണൊക്കെ എവിടെയാണ് വരുന്നത്. ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ പവർ ബട്ടൺ നമുക്ക് എവിടെയാണ് വരുന്നത്. ഇവിടെ പ്രസ് ചെയ്താലാണ് നമുക്ക് ഇത് പവർ ആകാൻ പറ്റും. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്ത് 3 സെക്കൻഡ് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ ഗിംബൽ ആംഡായി ഓണായി. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, AB എന്ന് പറഞ്ഞ ബട്ടൺ വരുന്നുണ്ട്. ഈ ബട്ടൺ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോക്കസും അതുപോലെ ക്യാമറയുടെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക്, അതായത് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടനാണ് ഈ AB എന്ന് പറയുന്ന ബട്ടൺ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ മെനു സ്ക്രീനിൽ വരുന്നുണ്ട്. ഈ ബട്ടണുകളും മോഡ് ബട്ടണൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് പുറമെ എല്ലാ മെനുകളും സ്ക്രീനിൽ തന്നെ വരുന്നുണ്ട്. സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന ഒരു സ്ക്രീൻ നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മൾ മോഡുകളൊക്കെ മാറ്റാനുള്ളത്. ഇപ്പോൾ PF പാൻ ഫോളോ മോഡാണ്. അതായത് നമ്മൾ തിരിക്കുന്ന സമയത്ത് പാനിങ് മാത്രം ഫോളോ ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ ലോക്ക് ചെയ്യുന്ന മോഡാണ് പാൻ ഫോളോ മോഡ്. അതിലൊരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ പ്ലാൻ ടിൽറ്റും കൂടെ ഫോക്കസ് ആവും. അതായത് നമുക്ക് ടിൽറ്റും വർക്ക് ചെയ്യും, പാനിങ്ങും വർക്ക് ചെയ്യും. അതാണ് പാൻ ടിൽറ്റ് എന്ന് പറഞ്ഞ മോഡ്. ആ മോഡ് മാറ്റിയിട്ട് ലോക്ക് മോഡ് ആക്കി കഴിഞ്ഞാൽ എല്ലാം ഈ നമ്മൾ മുന്നിലുള്ള ട്രിഗർ ബട്ടൺ ഒന്നുകിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്ന കംപ്ലീറ്റ് ലോക്ക് ആവും. ക്യാമറ ഒരു പൊസിഷനിലേക്ക് മാത്രം നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലോക്ക് മോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ FE പറഞ്ഞ മോഡിൽ നമുക്ക് റോളിങ്ങും അതുപോലെ തന്നെ പാനിങ്ങും ടിൽറ്റിങ്ങും ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FPU വരുന്നത്. പിന്നെ FFW എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡും വരുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മളിപ്പോൾ പാൻ ഫോളോ മോഡിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള ഈ മോഡ് ബട്ടൺ അമർത്തിയിട്ടും ഇതുപോലെ കണ്ടോ നമുക്ക് മെനു മാറ്റാൻ പറ്റും. അപ്പോൾ ടച്ച് തന്നെ ചെയ്യണമെന്നില്ല, പെട്ടെന്ന് നമുക്ക് മോഡ് ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് ഈ പൊസിഷൻസ് ഒക്കെ മാറ്റാൻ പറ്റും. അതുപോലെ ഇവിടെയുള്ള ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ജോയ്സ്റ്റിക്കിൻ്റെ സ്പീഡൊക്കെ നമുക്ക് വേറെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ നമുക്കിവിടെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ വരുന്നത്. പിന്നെ നമ്മൾ മെയിൻ മെനുവിനെ തിരിച്ചു വരികയാണെങ്കിൽ
പവർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പാൻ ആക്സിസും ടിൽറ്റ് ആക്സിസും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഓട്ടോ ട്യൂൺ അമർത്തി കൊടുത്താൽ നമ്മൾ എല്ലാ സമയത്തും ക്യാമറ പുതിയതായിട്ടൊക്കെ വെച്ചൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ട്യൂണിങ് അമർത്തിയാൽ സ്റ്റാർട്ട് ഓട്ടോ ട്യൂണിംഗ് എന്ന് കാണിക്കും. സ്റ്റാർട്ട് ഓട്ടോ ട്യൂണിങ്ങിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ശരിക്കും നമ്മളെ ക്യാമറ ഒക്കെ ഒന്ന് ചരിച്ചിട്ടും വൈബ്രേറ്റ് ചെയ്തിട്ടൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് ക്യാമറ കട്ട് ഓഫ് ആയി പോവുക, പെട്ടെന്ന് ബാറ്ററി പോവുക, മോട്ടോർസ് ചൂടാവുകയൊന്നും ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ഓട്ടോ ട്യൂണിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കാലിബ്രേഷൻ കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഴയ മെനുക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓട്ടോ ട്യൂൺ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളെ ഗിംബലിൻ്റെ മോഡ് നമുക്ക് ഫാസ്റ്റായിട്ട് സ്ലോ ആയിട്ടൊക്കെ നമ്മൾ തിരിക്കുമ്പോൾ എത്ര ഫാസ്റ്റായിട്ട് വരുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത മെനു വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാൻ ഫോളോ മോഡിലേക്ക് പോകണമെങ്കിൽ അവിടെ നമുക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നൊരു മോഡ് സെനാറിയോ മോഡ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെനാറിയോയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സെനാറിയോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യാം, ഓട്ടോ റൊട്ടേഷൻ കൊടുക്കാം, പനോരമിക് ഫോട്ടോസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വരുന്നത്. അതുപോലെ പോർട്രേറ്റ് മോഡ്ക്ക് മാറ്റണമെങ്കിൽ പോർട്രേറ്റ് മോഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക് പോർട്രേറ്റ് മോഡ്ക്ക് പോകും. അതല്ലെങ്കിൽ നമ്മൾ F1 ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 പോർട്രേറ്റ് മോഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്കൊരു പോർട്രേറ്റ് മോഡൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ പോർട്രേറ്റ് മോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പനോരമിക് ഫോട്ടോ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതുപോലെ ട്രാക്കിംഗ്, വീഡിയോ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബാക്കി ഫംഗ്ഷൻസിനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് ആ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ജോയ്സ്റ്റിക്കിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെനുവിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഗിംബൽ സെറ്റിങ്, അതുപോലെ AB എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ മോർ സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സെറ്റിംഗ് വരുന്നുണ്ട്. ഈ മോർ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മെനുവിൽ വന്നു കഴിഞ്ഞാൽ AI പവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണ് ഈ ക്യാമറയുടെ ഈ ഗിംബലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. AI പവറാണ്. AI പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ AIൻ്റെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഒരു ക്യാമറ AI ക്യാമറ മൊഡ്യൂൾ വരുന്നുണ്ട്. ഇതിന് മുകളിൽ റെഡ് ലൈറ്റ് കത്തും. ഈ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ശരിക്കും നമ്മളെ ഗസ്റ്റേഴ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കയ്യിൽ ഗസ്റ്റേഴ്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓണാവും. ഓണായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓണാക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ F1 ബട്ടൺ 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ അത് ഓഫ് ആവും. അപ്പോൾ നമ്മൾ F1 ബട്ടൺ ഓൺ ചെയ്ത് റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഓണാവും. അതുപോലെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫ്രെയിം ചെയ്യണമെങ്കിൽ ഫ്രെയിം ഒന്ന് പിടിച്ചു കൊടുത്താൽ അത് റീഫ്രെയിം ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്തോളും. അപ്പോൾ സൈഡിക്കോ അരുവിൽക്കോ മിഡിൽക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രെയിം ചെയ്യാൻ കൈ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രെയിം ചെയ്യാം. അതാണ് AI ബട്ടൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ FPV ബട്ടൺ ഉണ്ട്. FPV ബട്ടൺ നമ്മൾ നേരത്തെ ഇതിൽ ഉപയോഗിച്ച അതേ സാധനം തന്നെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് FPV ബട്ടൺ. ഒരു പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ FPV മോഡ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഗിംബിൽ മാറിപ്പോവും. വീണ്ടും നെക്കി കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് FPV ബട്ടൺ. പിന്നെ ഇവിടെ നമുക്കൊരു മൾട്ടി കൺട്രോൾ നോബ് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രിസൈസ് ആയിട്ടൊക്കെ തിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ടിൽറ്റ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിങ് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പാനിങ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നെക്കി കഴിഞ്ഞാൽ നമുക്ക് റോളിങ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള മൾട്ടി ഫങ്ഷണൽ നോബും ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ നമുക്ക് ക്യാമറയ്ക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ക്യാമറയിൽ നിന്ന് കേബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ബട്ടണൊക്കെ അമർത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെക്കോർഡ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്യാമറ കേബിൾ നോക്കാം. ISO ഷട്ടറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൽ നിന്ന് പവർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോക്കസ് മൊഡ്യൂളും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പവറും ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്. ബാക്കിലും 2 USB-C വരുന്നുണ്ട്, മുന്നിലും 2 USB-C വരുന്നുണ്ട്. അതിൻ്റെ യൂസൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള നമ്മൾ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ F നമ്പർ, ISO, ഷട്ടർ സ്പീഡൊക്കെ നമുക്ക് ക്യാമറയുടെ മുകളിൽ കേബിളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ മാറ്റാനും പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ പവർ ചാർജിങ് സോക്കറ്റ് വരുന്നത് ഇവിടെയാണ് USB-C വെച്ച് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഇവിടെ ഒന്നും USB-C വെച്ച് ചാർജ് ചെയ്യാനുള്ളതല്ല, പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു ട്രിഗർ വരുന്നുണ്ട്. ഈ ഫ്രണ്ടിലുള്ള ട്രിഗർ നമ്മൾ 2 പ്രാവശ്യം ട്രിഗർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ റീസെൻറ്റർ ചെയ്യും. 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫി മോഡിലേക്ക് പോകും. വീണ്ടും 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നോർമൽ മോഡിലേക്കും നമുക്ക് ക്യാമറ തിരിച്ചു വരും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്.
ഇത് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹൊറിസോണ്ടൽ മോഡലാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ മോഡിലേക്ക് അത്യാവശ്യം ഇവിടെ കൊണ്ടുപോകാൻ പറ്റും. ഇനി സ്ഥിരമായിട്ട് നിങ്ങൾ വെർട്ടിക്കൽ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ ഒഴിവാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതും കൂടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ക്യാമറ ഗിംബൽ ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ക്യാമറ ഊരിയെടുത്തു. ക്യാമറ ഊരിയെടുത്തതിന് ശേഷം സ്ലൈഡിങ് ആം നമ്മുടെ ഇവിടെയുള്ളൊരു ബട്ടൺ റിലീസ് ചെയ്തിട്ട് നമ്മൾ ഊരിയെടുക്കുക. അതിനുശേഷം നമുക്ക് ക്യാമറ കറക്റ്റായിട്ട് നമുക്ക് ഹൊറിസോണ്ടലി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇറക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇറക്കാം കേട്ടോ. ഇറക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് ഇറക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇനി ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വീണ്ടും നമ്മുടെ ഗിംബൽ ഞാൻ ഓൺ ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ മോഡിൽ നമുക്ക് ക്യാമറ ഈസി ആയിട്ട് എല്ലാ ഫങ്ഷൻസും ഇവിടെ ഉപയോഗിച്ചിട്ട് ഫോളോ മോഡും ഫങ്ഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ വെർട്ടിക്കൽ മോഡിൽ നമുക്കിപ്പോൾ ഈ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിയൂടെക്കിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അത് പറയാം. ഈ AI ട്രാക്കിംഗ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഫ്രണ്ട്സോ വീഡിയോ മേക്കേഴ്സോ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരൊന്ന് ടാഗ് ചെയ്യണതും അവരൊന്ന് മെൻഷൻ ചെയ്യണത് നന്നായിരിക്കും. കാരണം അവർക്കിത് വലിയൊരു കാര്യമായിരിക്കും. ഇതുപോലത്തെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ ബെസ്റ്റ് സാധനമാണിത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഏകദേശം ഇതിൻ്റെ പ്രൈസും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കൊക്കെ നോക്കി കയറി കഴിഞ്ഞാൽ പ്രൈസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന താഴെ കൊടുത്ത നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ 3 മാസത്തെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പക്ക പ്രൊഫഷണലായിട്ട് പുറത്തിറങ്ങാൻ പറ്റും. അതുപോലെ 1 ഡേ 2 ഡേ ഐഫോൺ ക്ലാസ്സുകൾ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളെ കുറിച്ചിട്ടും അപ്ഡേഷനും ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചിട്ടും ഓൺലൈൻ ഡിസ്കഷനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. താങ്ക്സ് അഗൈൻ.